അതവിടെ ഒരു ഇതാക്കോ. ഇതിൻ്റെ ഇവിടെ വെച്ചേ മറ്റേ പോലെ എടുക്കട്ടെ, മറ്റേ പോലെ എടുക്കട്ടെ. ആ പെട്ടിയിലൊക്കെ എന്നാ ഇരിക്കണേ. ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ആദ്യം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, നമ്മൾ തൊടുപുഴയിൽ നിന്ന് കാസർഗോഡേക്ക് വരുവാണെന്ന് പറഞ്ഞിട്ട്. അതിനുശേഷം ഇട്ട വീഡിയോ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്ന ഒരു വ്ളോഗായിരുന്നു. അത് ഇട്ടിട്ടിപ്പോൾ കുറച്ച് ഗ്യാപ്പ് വന്നതുകൊണ്ട് ഞാൻ ഒന്നുകൂടി കാര്യങ്ങൾ പറയാം. നമ്മൾ തൊടുപുഴയിൽ നിന്ന് കാസർഗോഡേക്ക് വന്നു. ഇനി ഇവിടെ സെറ്റിൽ ചെയ്യാനാണ് തീരുമാനം. അഫീനെ നമ്മൾ ഇനി 1ാം ക്ലാസ്സിലേക്ക് ഇവിടെയാണ് കേട്ടോ ചേർക്കുന്നത്. മദ്രസയിലും ഇവിടെ തന്നെയാണ് ചേർക്കുന്നത്. അപ്പോൾ ഞാൻ ഒന്ന് ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ കാണാത്തവർക്ക്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇതൊരു 3-4 ദിവസത്തെ വീഡിയോ ഒന്നിച്ച് ചേർത്ത് ഒറ്റ വീഡിയോ ആയിട്ട് ഇടുന്നതാണ് കേട്ടോ. വേറെ ഒന്നുമില്ല, ഇതിൽ ഫുൾ ക്ലീനിങ് ആണ്. അപ്പോൾ ഇത് ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ കാണാൻ താല്പര്യമുള്ളവർ മാത്രം കണ്ടാൽ മതി. ബിക്കോസ് ചിലർക്കൊന്നും ഇങ്ങനെയുള്ള വീഡിയോസ് അങ്ങനെ, അതായത് വീട്ടിലെ കാര്യങ്ങൾ അങ്ങനെയൊന്നും ഇഷ്ടമാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ മുൻകൂട്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. ഈ വീഡിയോയിൽ ഫുള്ള് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ലാസ്റ്റിൽ നമ്മുടെ ഒരു വീടിൻ്റെ ഫുള്ള്, അതായത് റൂമും ഹാളും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ ലാസ്റ്റിൽ. ഓക്കെ, അപ്പോൾ ഇത് വന്ന ദിവസത്തെ കാര്യങ്ങളാണ് കേട്ടോ ഇപ്പോൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മൾ കാസർഗോഡ് എത്തിയ അന്ന് തന്നെ ഇക്കാക്കൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. KSRTCയുടെ ആണ് കേട്ടോ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനും ഇക്കായും കുട്ടികളും അങ്ങോട്ടേക്ക് പോയി കേട്ടോ. എന്തായാലും AC വെക്കാതെ റൂം ക്ലീൻ ചെയ്തിട്ട് കാര്യമില്ല എന്നുള്ളൊരു ഇതിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. കാരണം AC വെക്കുമ്പോഴത്തേക്കും നല്ലോണം പൊടിയും കാര്യങ്ങളൊക്കെ ആവുമല്ലോ. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ വിചാരിച്ചു എന്തായാലും അത് കഴിഞ്ഞിട്ട് ക്ലീനിങ് കൊടുക്കാം. കാരണം അല്ലെങ്കിൽ പിന്നെ 2-3 പ്രാവശ്യം ഇത് ചെയ്യേണ്ടി വരും. അങ്ങനെ ഞങ്ങൾ ഈ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. അത് പെട്ടെന്ന് തന്നെ കഴിഞ്ഞു കേട്ടോ. ഉച്ചയായപ്പോഴേക്കും വീട്ടിലേക്ക് എത്തി. പക്ഷേ എനിക്ക് ഇത് ക്ലീൻ ചെയ്യാതിരുന്നിട്ട് ഒരു സമാധാനമില്ല. ഈ ഹാളിലൊക്കെ ആണെങ്കിൽ ഫുള്ള് സാധനങ്ങൾ, നമ്മൾ കൊണ്ടുവന്ന സാധനങ്ങൾ, വണ്ടിയിലുണ്ടായിരുന്ന സാധനം മൊത്തം ഹാളിലൊക്കെ അടുക്കി വെച്ചേക്കാണ്. അപ്പോൾ എനിക്കൊരു കണ്ടിട്ടൊരു സമാധാനം കിട്ടാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തായാലും ക്ലീൻ ചെയ്യണം. അപ്പോൾ പിന്നെ ഇപ്പം അങ്ങ് തുടങ്ങിയേക്കാമെന്ന് ഓർത്തു. അങ്ങനെ ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നതാണ്. നമ്മൾ കാസർഗോഡ് നിന്ന് ഇങ്ങോട്ടേക്ക് വന്ന അന്ന് തന്നെ സംഭവം തുടങ്ങി കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ആ ബർത്ത് പോലത്തുള്ള സ്ഥലം ഉണ്ടല്ലോ, അവിടെ നിന്ന് ഉണ്ടായിരുന്ന സാധനങ്ങൾ മൊത്തം വലിച്ച് താഴേക്ക് ഇട്ടു. എന്നിട്ട് അവിടെ ഫുള്ള് ചൂലെടുത്തുകൊണ്ട് വന്നിട്ടൊന്ന് അടിച്ച്, ചുക്കിരി വില ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ പൊടിയൊക്കെ ഒരുപാടുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം ഒന്ന് അടിച്ച് താഴേക്ക് ഇട്ടു. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊരു തുണി വെച്ചിട്ട് ഫുള്ള് തുടച്ചിട്ട് വീണ്ടും അവിടെ കയറ്റി വെച്ചു. ആ കൂടെ എൻ്റെ ഇക്കയുടെ അതുപോലെ കല്യാണ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ, എൻ്റെ മറ്റേ ലെഹങ്ക, അതുപോലെ ഇക്കയുടെ കോട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ അങ്ങനെ തന്നെ അത് ബാഗിൽ വെച്ചേക്കുന്നതുകൊണ്ട് അതിൽ പൊടിയൊന്നുമില്ല. അങ്ങനെ അത് ആ ബാഗിൻ്റെ പുറം ഭാഗമൊക്കെ ഒന്ന് തൂത്തിട്ട് വലിയൊരു ബെഡ്ഷീറ്റ് പോലത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു, അതിലങ്ങനെ ഒന്ന് ചുറ്റി വെച്ചിട്ടുണ്ട്. അപ്പം ഒട്ടും പൊടി കയറാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതൊന്ന് വെയിലത്തിട്ടിട്ടൊക്കെ വെക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ അത് പിന്നെ ഒരു ദിവസം ആകാമെന്ന് വിചാരിച്ചു. കാരണം എല്ലാം കൂടി ഒന്നിച്ച് നമുക്ക് നടക്കില്ലല്ലോ. പിന്നെ ഈ വണ്ടിയുടെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാനൊന്ന് തൂത്ത് തുടച്ച് വെച്ചു. പിന്നെ ഒരു വലിയ ബെഡ്ഷീറ്റ് ഉണ്ടായിരുന്നു, ഈ അലമാരയിലൊന്നും കയറില്ല അത്. അതുകൊണ്ടിട്ട് അതും ഒന്ന് വൃത്തിയാക്കി അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഓവർകോട്ട് ഉണ്ടല്ലോ, അതും എടുത്തു വെച്ചു. അതുപോലെ നമ്മുടെ റൂമിലെ ആദ്യം വലിയൊരു കർട്ടൻ ഉണ്ടായിരുന്നു. ആദ്യത്തെ പണ്ടത്തെ വീഡിയോ ഒക്കെ കാണുന്നവർക്കറിയാം. അപ്പോൾ ആ കർട്ടൻ പിന്നീട് അഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതും ഒന്ന് വൃത്തിയാക്കി, അതൊരു കവറിലിട്ട് വെച്ചേക്കായിരുന്നു. അപ്പോൾ കവറിൻ്റെ മേലൊന്ന് ഫുള്ളായിട്ടൊന്ന് തുടച്ചിട്ട് അതും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് നിധി അഫിയൊക്കെ വന്ന് പോകുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ അജ്മീറും വന്ന് നോക്കുന്നൊക്കെ ഉണ്ട്. പിന്നെ അവിടെ ക്ലീൻ ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് കുറേ ഫോട്ടോസ് കിട്ടി. ഇത് നമ്മുടെ മേളത്തെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് മാറുന്ന സമയത്ത് ഞാൻ ഒരു കവറിലാക്കി എല്ലാം കൂടി ഇട്ട് വെച്ചിരുന്നതാണ്. ഇതൊക്കെ എനിക്ക് പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് കിട്ടിയതാണ്. പിന്നെ അജ്മീറിൻ്റെ ക്ലാസ് ഫോട്ടോ, അവർ ടൂർ പോയത്, ഇക്കായ്ക്ക് ടൂർ പോയതും കാര്യങ്ങളും അങ്ങനത്തെ കുറച്ച് ഫോട്ടോസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവനെ ഏൽപ്പിച്ചു. ഇക്കാടത് എൻ്റെ അടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ചായപ്പോഴത്തേക്കും അങ്ങ് ക്ഷീണിച്ചു. അത് നോക്കുമ്പോൾ പുറത്ത് മഴ പെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ വലിയ മഴയൊന്നുമില്ല, ചെറുതായിട്ട് ഇങ്ങനെ ചാറിക്കൊണ്ടിരിക്കുകയാണ്. ആ മഴയത്ത് യാത്ര ചെയ്ത് വന്നതിൻ്റെ ക്ഷീണവും കാര്യങ്ങളൊക്കെ കൊണ്ട് കുട്ടികളും അതുപോലെ തന്നെ ഇക്കായും കിടന്ന് നല്ല ഉറക്കമായി. പിന്നെ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അലമാര ഒന്ന് ക്ലീൻ ചെയ്തേക്കാമെന്ന് ഓർത്തു. അങ്ങനെ അലമാരയിലുണ്ടായിരുന്ന ഡ്രസ്സൊക്കെ എടുത്തു വെച്ചു. പിന്നെ ഇക്ക കൊണ്ടുവന്ന ഡ്രസ്സും കാര്യങ്ങളും എല്ലാം അടുക്കി വെക്കാനുണ്ടായിരുന്നു. അപ്പം ഞാൻ അലമാര ഒന്ന് ഫുള്ള് അതൊക്കെ ഒന്ന് തുടച്ചിട്ട് പേപ്പർ വിരിച്ചിട്ട് ഇക്കയുടെ പാൻറ്റും ഷർട്ടും ബനിയനും കാര്യങ്ങളെല്ലാം സെപ്പറേറ്റ് ആയിട്ട് എടുത്തൊന്ന് മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഏകദേശം അതും കഴിഞ്ഞ്
അലമാര ഒന്ന് ക്ലീൻ ആക്കിയപ്പോൾ തന്നെ ഏകദേശം ഒന്ന് ഒതുങ്ങിയിട്ടോ. കാരണം ഇക്കാരുടെ ഡ്രസ്സൊക്കെ ഈ കട്ടിലിൽ കൊണ്ടുപോയിട്ടേക്കുമായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വെച്ചപ്പോൾ തന്നെ ഒന്ന് ഒതുങ്ങി. പിന്നെ ഞാൻ കട്ടിലിൻ്റെ അടിയാണ് കേട്ടോ ക്ലീൻ ചെയ്തത്. അവിടെ ഫുള്ള് പൊടിയുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു പഴയ ടേബിൾ ഫാൻ ഒരു കൂട്ടിൽ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു ടയർ, അത് ബൈക്കിൻ്റെ ആണെന്ന് തോന്നുന്നു. പിന്നെ ഒരു ഗ്യാസ് സ്റ്റവും ഉണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം ഒന്ന് വലിച്ച് പുറത്തേക്ക് ഇട്ടിട്ട് അത് ഫുള്ളൊന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് തൽക്കാലത്തേക്ക് സ്റ്റോർ റൂമിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ സ്റ്റോർ റൂം ഒതുക്കുമ്പോൾ അതും ഒന്ന് ഒതുക്കി മാറ്റി വെക്കണം. അങ്ങനെ അത് ഏകദേശം കഴിഞ്ഞു കേട്ടോ. അപ്പോഴേക്കും നിധിക്കുട്ടി എഴുന്നേറ്റ് വന്നു. നല്ല ഉറക്കമായിരുന്നു ആള്. പിന്നെ എണീറ്റ് വന്നു. കയ്യിലൊരു സ്കെച്ച് പേനൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് കയ്യിലൊക്കെ വരച്ചുകൊണ്ടാണ് വന്നത്. ഈ വക സാധനങ്ങളൊന്നും ഞാൻ അവളുടെ കാണാൻ വെക്കാറില്ല കേട്ടോ. ഇതിപ്പം അജ്മീറിൻ്റെ റൂമിൽ നിന്ന് എങ്ങാണ്ട് എടുത്തതാണെന്ന് തോന്നുന്നു. എന്തായാലും എ സി നന്നാക്കാൻ വരുമ്പോഴും അതിൻ്റെ വയറിങ്ങിനൊക്കെ വരുമ്പോഴേക്കും ഇനിയും അത് നാശമാവും. പക്ഷേ ആ ഒരു റൂം ക്ലീൻ ചെയ്യാതെ അതിൻ്റെ അത് കിടക്കാൻ പറ്റില്ല. കാരണം നല്ല പൊടിയുണ്ട്. ഈ ഫാനും കൂടി ഇട്ട് കഴിയുമ്പോഴത്തേക്ക് അത് പറക്കാൻ തുടങ്ങും. അപ്പോൾ പിന്നെ പിള്ളേരെ കൊണ്ട് അവിടെ കിടക്കൽ കുറച്ച് പാടാണ്. അതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഞാൻ ഇന്ന് തന്നെ അതൊന്ന് റെഡിയാക്കി എടുത്തത്. പിന്നെ ഹാളിൽ നമ്മൾ കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം ഇങ്ങനെ തൂളി വാരി ഇട്ടേക്കുമായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ അതെല്ലാം കൂടി ഒന്ന് മാറ്റിയിട്ട് ഒരു സൈഡിലേക്ക് ഒതുക്കി വെച്ചു കേട്ടോ. കുറേയൊക്കെ ആ ടേബിളിലും വെച്ചു. അപ്പം ചെറുതായിട്ടൊന്ന്, അല്ലെങ്കിൽ ഏകദേശമൊക്കെ ഒന്ന് ഒതുങ്ങിയെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇന്ന് നമ്മുടെ ബാക്കി ക്ലീനിങ്ങിലേക്ക് കിടക്കുകയാണ്. ആദ്യം തന്നെ ഞാൻ പറഞ്ഞില്ലേ ഈ റൂം ഞാൻ ക്ലീൻ ചെയ്തു എന്നുള്ളത്. അപ്പോൾ ഇന്ന് എ സി പിടിപ്പിക്കാൻ വരും. പണ്ടത്തെ പിന്നത്തെ ആവും ഈ റൂം വീണ്ടും. പക്ഷേ എന്താണെന്ന് വെച്ചാൽ നമ്മൾ രാത്രി കിടക്കുമ്പോൾ എന്തായാലും ഫാൻ ഇടുമല്ലോ. അപ്പോൾ ഇവിടെ നല്ല പൊടിയുണ്ടായിരുന്നു. ഈ ജനലിൻ്റെ അവിടെയും അലമാരുടെ മുകളിലും കട്ടിലിൻ്റെ അടിയിലൊക്കെ ഇഷ്ടം പോലെ പൊടിയായിരുന്നു. അപ്പോൾ അതെല്ലാം തൂത്ത് വൃത്തിയാക്കിയില്ല എന്നുണ്ടെങ്കിൽ ഈ ഫാൻ ഇടുമ്പോഴത്തേക്ക് മൊത്തം പറക്കും. അത് പിന്നെ ശ്വാസം മുട്ടലായി, തുമ്മലായി, പിള്ളേർക്കും ബുദ്ധിമുട്ടാകും. ഈ സാഹചര്യത്തിനിടയ്ക്ക് ഒരു ഹോസ്പിറ്റൽ കേസ് വന്നാലൊക്കെ അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാകും. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ വന്നത്. അത് ആദ്യം വിചാരിച്ചു എ സി ഒക്കെ ഫിറ്റ് ചെയ്തിട്ട് ക്ലീൻ ചെയ്താൽ മതിയെന്ന്. പിന്നെ ഒരു മനസ്സിനൊരു തൃപ്തിയില്ല. അതുകൊണ്ട് പിന്നെ അങ്ങോട്ട് പോയിട്ട് വന്നിട്ട് ഉടനെ തന്നെ ക്ലീൻ ചെയ്തിട്ടതാണ്. ഇനിയിപ്പം ഇന്നിപ്പം എ സിയുടെ എന്തോ മറ്റേ സംഭവം പ്ലഗൊക്കെ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുമെന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് എ സി പിടിപ്പിക്കാൻ വരുമെന്ന് പറയണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇന്നിപ്പം കുക്കിങ്ങിൻ്റെ പരിപാടിയൊക്കെ നോക്കാം. ഇതിപ്പോൾ നമ്മളിവിടെ വന്നിട്ട് രണ്ടാമത്തെ ദിവസം എടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും കിച്ചണിൽ കയറാമെന്ന് വിചാരിച്ചു. അങ്ങനെ ആവശ്യത്തിന് അരിയൊക്കെ ഒന്ന് എടുത്തിട്ടുണ്ട്. അതൊന്ന് കഴുകി വാരി അടുപ്പത്തിട്ടു. പിന്നെ നമ്മൾ ഇവിടെ വേറെ കുക്ക് ചെയ്യാനുള്ള സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അടുത്ത് പറഞ്ഞു അത്യാവശ്യം വേണ്ട സാധനങ്ങൾ മാത്രം ഇപ്പോൾ വാങ്ങിച്ചാൽ മതി. പിന്നെ നമുക്ക് എല്ലാം ഒന്ന് ക്ലിയർ ആയതിന് ശേഷം ബാക്കി നമുക്ക് ലിസ്റ്റൊക്കെ എഴുതിക്കൊണ്ട് പോയി A to Z സാധനങ്ങൾ വാങ്ങിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ പരിപ്പും അതുപോലെ തന്നെ ഉണക്കപ്പയറൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു കേട്ടോ. അങ്ങനെ ഞാൻ അരി ഇട്ടതിന് ശേഷം ഇന്നിപ്പോൾ പരിപ്പ് കറി വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ആവശ്യത്തിന് പരിപ്പൊക്കെ എടുത്ത് ഒന്ന് കഴുകി വാരി കുക്കറിലിട്ടു. അതിൻ്റെ കൂടെ സവോളയും അതുപോലെ പച്ചമുളകും തക്കാളിയും പിന്നെ ആവശ്യത്തിന് വെള്ളവും ഉപ്പും മഞ്ഞപ്പൊടിയൊക്കെ ചേർത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അത് വെന്ത് കഴിയുമ്പോഴത്തേക്കും ഉള്ളിയും അതുപോലെ തന്നെ മുളക് ഇടിച്ചിട്ടൊന്ന് താളിക്കാമെന്ന് ഓർത്തു കേട്ടോ. അപ്പോഴേക്കും എ സിയുടെ വയറിങ്ങിനുള്ള ആൾക്കാർ വന്നു കേട്ടോ. ഇന്നലെ ഞാൻ ക്ലീൻ ചെയ്തിട്ട് റൂമിൻ്റെ അവസ്ഥയാണ് ഗൈസ് ഇത്. നമ്മുടെ ഈ ഫോട്ടോ ഇവിടെ ഉണ്ടായിരുന്നതാണ്. അത് ഇങ്ങനെയൊക്കെ എടുത്തു. ഇവിടെയാണത് വെക്കുന്നത് കേട്ടോ. അപ്പോൾ പ്ലഗ് അവർ പിടിപ്പിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എ സി പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ആൾ വരും. അപ്പം ഫുള്ള് ഈ അവസ്ഥയിലായിട്ടുണ്ട്. എന്തായാലും കുഴപ്പമില്ല, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തത് തന്നെയാണ്. ഓക്കെ, അത് കഴിഞ്ഞ് ഇപ്പോൾ നമ്മളിത് ഈ റൂമാണ് കേട്ടോ ക്ലീൻ ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ മേളിൽ നിന്നൊക്കെ സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഞാൻ അതിൻ്റെ പൊടിയൊക്കെ നല്ല പൊടിയുണ്ടായിരുന്നു അതൊക്കെ അടിച്ചു വാരി ഇട്ടു. പിന്നെ ഇതിൻ്റെ അത് മൊത്തം പൊടിയായിട്ടുണ്ട്. മേളിലത്തെ പൊടിയാണിത്. ഇനിയിപ്പം ഈ ജനലും ക്ലീൻ ചെയ്തതാണ്. ഇനിയിപ്പോൾ ഇത് തുറന്ന് ഈ ജനലും ക്ലീൻ ചെയ്യണേ അലമാരയുടെ പൊക്കത്തൊക്കെ ഒന്ന് തൂത്ത് വരാനുള്ളതാണ്. അപ്പോൾ ഗൈസ് ഒരു 2-3 മണിക്കൂർ കൊണ്ട് ഈ റൂം ഞാൻ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ജനലൊക്കെ വൃത്തിയാക്കി. പിന്നെ അലമാരയുടെ മേളിലൊക്കെ ഉള്ള പൊടിയെല്ലാം ഒന്ന് കളഞ്ഞു. പിന്നെ കട്ടിലിൻ്റെ അടിയൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇങ്ങോട്ട് കയറ്റി വെച്ച് ഓരോന്നൊക്കെ ആയിട്ട്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ബെഡ്ഷീറ്റൊന്നും മാറ്റി വിരിച്ചില്ല കേട്ടോ. ഇത് പിന്നെ ഇനി അടുത്ത ദിവസം എനിക്കൊന്ന് തുടച്ചൊക്കെ ഇടാനുണ്ട്. അതിനൊക്കെ ശേഷം ബെഡ്ഷീറ്റ് മാറ്റി വിരിക്കാമെന്ന് ഓർത്തു. അപ്പോൾ അന്ന് എന്തായാലും ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് അടിച്ചു വാരിയൊക്കെ ഇട്ടിട്ട് വേണം ചെയ്യാൻ വേണ്ടി.
ഇനി നമ്മൾ ഹാളാണ് കേട്ടോ ക്ലീൻ ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ ഈ എന്താണ് ടി വിയുടെ അവിടെയൊക്കെ ഫുള്ള് ഇങ്ങനെ ചുക്കിരി വലയൊക്കെ ആയിട്ടുണ്ട്. അതൊന്ന് ക്ലീൻ ചെയ്യണം. പിന്നെ ഫാനൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. പിന്നെ ഈ ഒരു സെക്ഷനൊന്ന് റെഡിയാക്കണം. അപ്പോൾ അത്രയും കൂടി ചെയ്യാമെന്ന് ഓർത്തു ഇന്ന്. ബാക്കി ഇനി അങ്ങോട്ടേക്ക് നാളെ ആ ഒരു ഭാഗവും അടുക്കളയും നാളെയാണ് കേട്ടോ നമ്മൾ ക്ലീൻ ചെയ്യുന്നത്. ഞാൻ ഈ റൂം ക്ലീൻ ചെയ്യാൻ 2-3 മണിക്കൂറൊക്കെ എടുത്തു എന്ന് പറയുമ്പോഴത്തേക്കും ചിലരെങ്കിലും വിചാരിക്കും എന്തിനാ ഇത്രയും സമയം എന്നൊക്കെ കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടുത്തെ റൂം 2 അതായത് 3 റൂമും ചെറിയ റൂമാട്ടോ. അപ്പം നമ്മുടെ 2 റൂമിലിട്ടേക്കുന്നത് മതിയായ കട്ടിലാണ്. ഈ കട്ടിൽ അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് ഒന്ന് എടുത്ത് ഒരു സൈഡിലേക്ക് കുത്തി നിർത്താനോ അല്ലെങ്കിൽ ഇത് മാറ്റിയിടാനൊന്നും പറ്റുന്ന കാര്യമല്ല. പിന്നെ ഞാൻ തന്നെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ച് നീക്കി ഒരു ഭാഗത്ത് ക്ലീൻ ചെയ്യണമെങ്കിൽ അങ്ങോട്ടേക്ക് വലിച്ചിടണം, ഇപ്പുറ ഭാഗത്ത് ക്ലീൻ ചെയ്യണമെങ്കിൽ മറ്റേ വശത്തേക്ക് വലിച്ചിടണം. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കി പറക്കിയാണ് ഇത് ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ളത്. അതുമാത്രമല്ല ഈ കുട്ടികളുടെ കേസ് അതിൻ്റെ ഇടയ്ക്ക് നോക്കണം. അപ്പോൾ എല്ലാം കൂടി ആകുമ്പോഴത്തേക്കും അത്ര സമയം എടുക്കുന്നതാണ് കേട്ടോ. അല്ലാതെ നമുക്ക് ഒറ്റ ഇരിപ്പിന് നിന്നിട്ടുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കഴിയുന്ന കാര്യമാണ്. അപ്പോൾ ഞാനത് ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. കാരണം ഇത്ര സമയം എടുത്തു എന്നൊക്കെ പറയുമ്പോൾ ഇതിന് മാത്രം എന്താണ് സമയം എടുത്തതെന്ന് ചിന്തിക്കരുതല്ലോ. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതേ ഞാൻ ഹാളൊന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. ആദ്യം തന്നെ മുകളിലത്തെ വലയൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട്. പിന്നെ ജനലൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ആ ടി വിയുടെ അവിടെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ ഫുള്ളിങ്ങനെ വല പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചു വാരി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം മേളിലത്തെ വലയും പിന്നെ ജനലും അതുപോലെ ടി വിയുടെ ആ ഒരു ഏരിയയും അതുപോലെ നമ്മുടെ സോഫയൊക്കെ കുറച്ചൊന്ന് മാറ്റിയിട്ടിട്ട് അതിൻ്റെ ആ പുറം ഭാഗത്തും ഒക്കെ ഒന്ന് റെഡിയാക്കി എടുത്തു. പിന്നെ അങ്ങോട്ട് ജസ്റ്റ് ഒന്ന് ചെരിച്ച് വെച്ചിട്ട് അതിൻ്റെ അടിയൊന്ന് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ 2 വീഡിയോസിൻ്റെയും കമൻറ്റ് ബോക്സ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. കാരണം ഒരുപാട് നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള കമൻറ്റ് ഞാൻ കണ്ടിരുന്നു. പിന്നെ 2ാമത്തെ വീഡിയോ ഇട്ട സമയത്ത് കുറേ ആൾക്കാർക്ക് കുറേ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ ഞാൻ കമൻറ്റിന് തന്നെ റിപ്ലൈ ആയിട്ട് അതിന് മുമ്പ് ഇട്ട വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാരണം 2ാമത്തെ വീഡിയോ മാത്രം കണ്ടിട്ടുള്ളവരാണെങ്കിൽ പ്രത്യേകിച്ചൊന്നും മനസ്സിലാകാനുള്ള സാധ്യതയില്ല. അതും കുറേ നാളിന് ശേഷം നമ്മുടെ വീഡിയോ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. അപ്പോൾ അതിന് മുമ്പ് ഇട്ട വീഡിയോ കണ്ടാലാണ് ഏറെക്കുറെ കാര്യങ്ങളൊക്കെ ബോധ്യമാവുള്ളൂ കേട്ടോ. അപ്പോൾ അത് ഞാൻ വീണ്ടും ഇതിൻ്റെ അകത്ത് പറയുന്നില്ല. കാരണം പിന്നെയും അത് തന്നെ പറഞ്ഞുകൊണ്ട് നിങ്ങളെ ബോറടിപ്പിക്കണ്ടല്ലോ. അപ്പോൾ എന്തായാലും നമ്മൾ ഒരുമിച്ച് നിൽക്കാനാണ് ഇനിയുള്ളൊരു തീരുമാനം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ AC ഒക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പം 3-4ാമത്തെ ദിവസം ഇവിടെ വന്നിട്ട് അത് ഫിറ്റ് ചെയ്തു. പക്ഷെ നമ്മുടെ അവിടെ ഉണ്ടായിരുന്ന വലിയ ഫോട്ടോ ഇല്ലേ, അതെടുത്ത് മാറ്റി. അതിപ്പോൾ ടേബിളിൽ വെച്ചിട്ടുണ്ട്. അതിനിപ്പോൾ എവിടെയെങ്കിലും ഒന്ന് ഫിറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യത്തെ ദിവസം ഞാനൊന്ന് ക്ലീൻ ചെയ്തായിരുന്നു. 2ാമത്തെ ദിവസം പിന്നെ ഇതിൻ്റെ വയറിങ്ങിന് വന്നതുകൊണ്ട് ആകെ നാശമായി. ഇതുപോലെ 3ാമത്തെ ദിവസം AC ഫിറ്റ് ചെയ്തുകൊണ്ട് അതിൻ്റെ ക്ലീനിങ്ങിലാണ് കേട്ടോ ഇന്ന്. അങ്ങനെ 3ാമത്തെ പ്രാവശ്യം എൻ്റെ റൂമൊന്ന് ഡീപ്പ് ക്ലീൻ ചെയ്തിട്ട് ഞാൻ മുറ്റം അടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. എനിക്കിപ്പോൾ ചെറിയൊരു ഡൗട്ടുണ്ട് OCDയുടെ പ്രശ്നം ഉണ്ടോ എന്നുള്ളത്. എന്തായാലും മുറ്റമൊക്കെ അടിക്കാതെ കുറേ ദിവസമായി. അപ്പോൾ ഞാനതെല്ലാം ഒന്ന് കൂട്ടി വെച്ചിട്ട് ആ കരിയിലേക്കൊന്ന് വാരി കളഞ്ഞിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിലൊരു കമൻറ്റ് ഉണ്ടതാണ്, ഇനി കുട്ടികളെ ആരും നോക്കും എന്നുള്ളത്. ഞാൻ ഇത്ര നാൾ ഈ പേരൻസിൻ്റെയൊക്കെ കൂടെ നിന്നതുകൊണ്ടേ കുറേ ആൾക്കാർക്കൊക്കെ ഒരു ഡൗട്ട് ഉണ്ടാകും, തന്നെ ഒരു ഫാമിലി മാനേജ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റും, തന്നെ സർവൈവ് ചെയ്യാൻ പറ്റും, തന്നെ കുട്ടികളെ നോക്കാൻ പറ്റും, അല്ലെങ്കിൽ എല്ലാം കൂടി ഒരുമിച്ച് മാനേജ് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളൊരു സംശയം എന്നെക്കുറിച്ചിട്ട് പലർക്കും ഉണ്ടായേക്കാം. ഞാൻ വീഡിയോ കാണുന്നവരല്ലാട്ട് പറയുന്നത്, മൊത്തത്തിൽ അങ്ങനെ ഒരു സംശയം എന്നെക്കുറിച്ചിട്ട് തോന്നാവുന്നത് സ്വാഭാവികമാണ്. കാരണം എൻ്റെ പേരൻസിൻ്റെ കൂടെ ആയിരുന്നല്ലോ ഞാൻ നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഭാഗത്തു നിന്നുള്ളൊരു സപ്പോർട്ട്, കുട്ടികളെ നോക്കാനാണെങ്കിലും എല്ലാത്തിലും അവരുടെ ഭാഗത്തു നിന്നുള്ളൊരു സപ്പോർട്ട് എന്ന് പറയുന്നത് ഭയങ്കര വലുതായിരുന്നു. അപ്പം ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ നമുക്ക് അതില്ല മീൻസ് ഏതാവശ്യത്തിന് അവർ ഓടി വരും, അവർ കൂടെ നിൽക്കും എന്നുള്ളത് സത്യം തന്നെയാണ്. എന്നാലും പണ്ടത്തെ ഒരു സിറ്റുവേഷൻ അല്ലല്ലോ ഇപ്പം. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്നെക്കുറിച്ചിട്ട് അങ്ങനെ ഒരു ഡൗട്ട് തോന്നാൻ, മുമ്പോട്ട് പോകുമല്ലോ, സർവൈവ് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ എന്നൊക്കെയുള്ളൊരു ചിന്ത പലർക്കും ഉണ്ടായേക്കാം. പക്ഷേ നമുക്കൊരു സാഹചര്യം വരുമ്പോഴത്തേക്കും ആ സാഹചര്യത്തെ അതിനനുസരിച്ച് മാനേജ് ചെയ്യാൻ എന്തായാലും നമ്മൾ പഠിക്കുമല്ലോ. എനിക്ക് തോന്നുന്നു പെണ്ണുങ്ങൾക്ക് അതിന് ഒരു പ്രത്യേക കഴിവുണ്ട്. അപ്പോൾ ആ ഒരു കഴിവ് എനിക്കുണ്ടെന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്കുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത് തന്നെ. കാരണം ദുബായിലുണ്ടായിരുന്ന സമയത്താണ് നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് നിന്നിട്ടുള്ളൂ. അന്ന് അഫിക്ക് ഒരു 2 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന്. ആ സമയത്ത് നമ്മൾ ഒറ്റയ്ക്ക് മാനേജ് ചെയ്തല്ലോ. ഇതിപ്പം 2ാമത്തെ കുട്ടി ഉണ്ടെന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഞാൻ നോക്കിയിട്ട് കാണുന്നുള്ളൂ. കാരണം അന്നും ഞാൻ വീഡിയോസ് എടുക്കുന്നുണ്ടായിരുന്നു, ഇന്നും ഞാൻ വീഡിയോസ് എടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് പേരൻസിൻ്റെ കൂടെ നിൽക്കുമ്പോൾ ഉള്ള അത്ര ഒരു ഇപ്പം നമ്മൾ പേരൻസിൻ്റെ കൂടെ നിൽക്കുന്ന സമയത്ത് ഇപ്പം ഞാനാണെങ്കിൽ വീഡിയോസ് എടുക്കുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ 2, 3, 4 വീഡിയോസൊക്കെ ഒരു ദിവസം തന്നെ എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ടാകും. അപ്പോൾ രാവിലെ കുട്ടികളുടെ കാര്യങ്ങൾ നോക്കി അല്ലെങ്കിൽ അത്യാവശ്യം അവിടെ ഇവിടെയുള്ള പണികളൊക്കെ ചെയ്തിട്ട് ഞാൻ റൂമിൽ കയറും. പിന്നെ വോയിസ് ഓവർ കൊടുക്കൽ, വീഡിയോ എഡിറ്റിങ് കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത്
നിധിനെ നോക്കുന്നതും എല്ലാം ഉമ്മച്ചി തന്നെയാണ്. അപ്പോൾ എനിക്ക് ആ സമയത്ത് നിധിനെ കുറിച്ചിട്ട് ഓർക്കേണ്ട അല്ലെങ്കിൽ ചിന്തിക്കേണ്ട ഒരു കാര്യം ഉണ്ടാവുന്നില്ല. പക്ഷേ ഇവിടെ വരുമ്പോഴത്തേക്കും നിധി ഉറങ്ങുന്ന സമയത്തേക്ക് ഞാൻ ഈ പറയുന്ന എഡിറ്റ് ചെയ്യണ സമയം ചുരുക്കേണ്ടിയിരിക്കുന്നു. ആ ഒരു സമയത്തിനുള്ളിൽ ഇത് എഡിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ പകൽ അവൾ കിടന്നുറങ്ങുന്ന സമയത്ത്, ഇനി കുറച്ച് രാത്രി അവൾ കിടന്നുറങ്ങുന്ന സമയത്ത് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. അത്രേ വ്യത്യാസമുള്ളൂ. അന്നത്തെ അത്ര ഒരു ലാഘവത്തോടെ അല്ലെങ്കിൽ കുട്ടീനെ നോക്കാൻ ഒരാളുണ്ട്, അവിടെ അവൾ സേഫാണ് എന്നുള്ളൊരു സാധനത്തോടു കൂടി ഇപ്പം നിൽക്കാൻ പറ്റില്ല എന്നൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. പക്ഷേ വേറെ ഒന്നും മാറുന്നില്ല. ഇപ്പം ഞാൻ മാത്രമല്ലല്ലോ ഒറ്റയ്ക്ക് നിൽക്കുന്നത്, അതായത് വേറെ ഒരുപാട് പേരുണ്ട്, അതും വർക്കിംഗ് വുമൻസ് ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ഇതിപ്പം നമ്മുടെ കാര്യത്തിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീഡിയോസ് എടുക്കുന്നതാണ് നമ്മളുടെ ഇഷ്ടത്തിന് എടുക്കാം, നമ്മളുടെ ഇഷ്ടത്തിന് വോയിസ് ഓവർ കൊടുക്കാം, നമുക്ക് തീരുമാനിക്കാം നമ്മൾ വർക്ക് ചെയ്യേണ്ട സമയം ഏതൊക്കെയാണ് എന്നുള്ളത്. അതല്ലാതെ രാവിലെ 9 മണിക്ക് അല്ലെങ്കിൽ 8 മണിക്ക് പോയിട്ട് വൈകിട്ട് 5 മണിക്കും 4 മണിക്കും 6 മണിക്കും വീട്ടിലൊക്കെ വന്ന് കയറുന്ന സ്ത്രീകളുണ്ടല്ലോ, അവരും ഇതൊക്കെ മാനേജ് ചെയ്തുകൊണ്ട് പോകുന്നുണ്ടല്ലോ. അപ്പം അതുപോലെ എനിക്കും പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്കുണ്ട്. അപ്പം ഞാനിത് മാനേജ് ചെയ്യുമോ, ഞാനിത് സർവൈവ് ചെയ്യുമോ എന്നുള്ളൊരു ടെൻഷനൊന്നും എന്താ പറയുക ആർക്കും ഉണ്ടാവേണ്ട കാര്യമില്ല കേട്ടോ. നമ്മൾ സ്ത്രീകളല്ലേ, നമ്മൾ ഓരോ സാഹചര്യം വരുമ്പം എനിക്ക് തോന്നുന്നു കമ്പാരിറ്റീവ്ലി ഈ മെയിൽസിനെക്കാട്ടിലും ഫീമെയിൽസിനൊരു പ്രത്യേക കഴിവാണ് ഈ സാഹചര്യത്തിനനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളത്. എനിക്കങ്ങനെ തോന്നുന്നുണ്ട്. ഞാൻ പറയുന്നത് ചിലപ്പോൾ തെറ്റായിരിക്കും, പക്ഷേ എൻ്റെ ഒരു തോന്നലാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റും. നമുക്ക് ഏത് സാഹചര്യത്തിലും അതിനനുസരിച്ച് നിൽക്കാനുള്ളൊരു കഴിവ് പടച്ചവൻ തന്നിട്ടുണ്ട്. അപ്പോൾ ആ കഴിവിനനുസരിച്ച് മുമ്പോട്ട് പോവുക എന്നുള്ളത് മാത്രമാണ് ഞാനിപ്പം നോക്കി കാണുന്നുള്ളൂ. പിന്നെ ഇനിയും അവിടെ ഇവിടെ ആയിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ അത് ശരിയാവില്ല. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്, എൻ്റെ മെൻ്റൽ ഹെൽത്തിനെ തന്നെ ഇത് ബാധിച്ച് തുടങ്ങി എന്നുള്ളൊരു സിറ്റുവേഷൻ എത്തി. കാരണം അത്രയും ബുദ്ധിമുട്ട് തന്നെയാണ് നമുക്ക്. അത് കമൻറ്റ് ബോക്സ് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. കാരണം ഇത് അനുഭവിക്കുന്ന കുറേ പേര്, ഇപ്പോൾ ഈ പ്രവാസികളുടെ ഭാര്യമാരെന്നൊക്കെ ആണെങ്കിൽ പോലും അവർക്കറിയാം. ഞാനും അങ്ങനെ ആ ഒരു സാഹചര്യത്തിൽ നിന്ന ഒരാളാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരുമിച്ച് നിൽക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടായിട്ടും മാറി നിൽക്കേണ്ടി വന്നപ്പോൾ ഉള്ള ഒരു സിറ്റുവേഷനും ഞാൻ ഫേസ് ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എത്രത്തോളം ഉണ്ട്, അതിൻ്റെ ഒരു വിഷമം എത്രത്തോളം ഉണ്ട്, അത് നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ എങ്ങനെ ബാധിക്കുമെന്നുള്ളതിനെ കുറിച്ചിട്ട് എനിക്ക് നല്ല വ്യക്തമായിട്ടുള്ള ബോധ്യമുണ്ട്. അപ്പോൾ കമൻറ്റ് ബോക്സ് കണ്ടപ്പോഴൊക്കെ എനിക്ക് ഭയങ്കര എന്താ പറയണേ, നമ്മളെപ്പോലെ ഈ ഒരു സിറ്റുവേഷൻ അനുഭവിക്കുന്ന എത്ര പേരുണ്ട് എന്നുള്ളത് ഞാൻ ചിന്തിച്ച് പോയിട്ടോ. പിന്നെ കമൻറ്റ് ബോക്സ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം എല്ലാവരും നമുക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈ വീഡിയോയിൽ മാത്രം കണ്ടിട്ടുള്ളവരാണ്, നമ്മളെ ഈ വീഡിയോയിൽ മാത്രം കണ്ടിട്ടുള്ളവരാണ്. അപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോസ് കണ്ടിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് നമ്മൾ അനുഗ്രഹിക്കുന്നവർ, നമുക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നവരുണ്ടെന്നുള്ള അറിഞ്ഞതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. കാരണം കൂടെ നിന്ന് ചതിക്കുന്ന ആൾക്കാരുള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നതൊക്കെ. അതിൻ്റെ ഇടയ്ക്ക് നിന്ന് ഈ വീഡിയോ കണ്ടിട്ട് മാത്രം നമ്മളെ സ്നേഹിക്കാൻ എത്ര ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സ്നേഹം, നമ്മളോടുള്ള കരുതലൊക്കെ ഓരോ കമൻസിലൂടെ അറിയുമ്പോഴും നമുക്കുണ്ടാകുന്ന ഒരു ഫീലിങ്സ്, നമുക്കുണ്ടാകുന്നൊരു സന്തോഷം എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് കേട്ടോ. ഒരുപാട് നന്ദിയുണ്ട് കമൻ്റ് ഇട്ട എല്ലാവരോടും, ഇപ്പോഴും നമ്മളെ സ്നേഹിക്കുന്ന എല്ലാവരോടും ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ. ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ടതേ ഞാൻ അടുക്കള ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇനി അടുത്തത് സ്റ്റോർ റൂമാണ് കേട്ടോ. അടുക്കള ക്ലീൻ ചെയ്തതിൻ്റെ പിറ്റേ ദിവസമാണ് നമ്മളിത് സ്റ്റോർ റൂമിലേക്ക് കടന്നത്. അപ്പോൾ ഇത് ക്ലീൻ ചെയ്യാൻ അജ്മീറും എൻ്റെ കൂടെ കൂടിയിട്ടുണ്ട്. അവൻ കുറേ ഹെൽപ്പ് ചെയ്തു കേട്ടോ. ഞാൻ അവിടെ നിന്ന് ഈ ഉപയോഗിക്കാത്ത പാത്രങ്ങളൊക്കെ ഒന്ന് ചാക്കിലൊക്കെ കെട്ടി മാറ്റി വയ്ക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതൊക്കെ മാറ്റി വെച്ചപ്പോൾ അവനാണത് വേറെ സ്ഥലത്ത് കൊണ്ടുവച്ചതൊക്കെ. അങ്ങനെ അവനും ഹെൽപ്പ് ചെയ്തു. പിന്നെ ഞാൻ ആദ്യം തന്നെ ആ മേളിലത്തെ തട്ടിലുണ്ടായിരുന്ന പാത്രങ്ങളൊക്കെ ഒന്ന് തുടച്ച് മാറ്റി വെച്ചു. എന്നിട്ട് ആ മേളിലത്തെ തട്ട് ഫുള്ള് ക്ലീൻ ചെയ്തു. അതിനുശേഷം അവിടെ അടുക്കി വെച്ചു. പിന്നെ രണ്ടാമത്തെ തട്ട്, മൂന്നാമത്തെ തട്ട്, അങ്ങനെയാണത് റെഡിയാക്കി എടുത്തത്. പിന്നെ അതിൻ്റെ അടിയിലൊക്കെ ഫുള്ള് പൊടിയും പിന്നെ വലയൊക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കി ഇട്ടു. ഇനിയിപ്പം ഈ സ്റ്റോർ റൂമും കൂടെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞതോടുകൂടി ഏകദേശം എല്ലാം തന്നെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു സെക്ഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇവിടുത്തെ പാത്രമൊക്കെ ഞാനെടുത്ത് മാറ്റി. ഇനി ഇവിടെയും തൂത്തിട്ട് ഇവിടെയും പാത്രങ്ങൾ അടുക്കി വെക്കണം കേട്ടോ. എടുക്കുന്നില്ലാത്ത പാത്രമൊക്കെ ഈ ചാക്കിലായി കെട്ടി മാറ്റി വെക്കാമെന്ന് ഓർത്തു. ഇത്രയും കംപ്ലീറ്റ് ചെയ്തു. ഈ തൂമ്പയുടെ അവിടെയൊക്കെ അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഫുള്ള് പൊടി അതും ഇതൊക്കെ അടിച്ചു വാരി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ബാക്കിയും കൂടെ ചെയ്യാം.
അങ്ങനെ സക്സസ്ഫുള്ളി നമ്മുടെ സ്റ്റോർ റൂമും ക്ലീൻ ചെയ്തിരിക്കുകയാണ് ഗൈസ്. ഇനിയിപ്പോൾ ഞാൻ വീടിൻ്റെ ഫുള്ള് ഹാളും റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എന്തായാലും ഇതോടുകൂടി നമ്മുടെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഇതിൽ ഞാൻ കുറേ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത വീഡിയോസിലൂടെ കാണാം കേട്ടോ. ഞാൻ ഇതിന് ശേഷം ഇടാനുള്ള വീഡിയോസൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്നതുകൊണ്ട് എനിക്കത് എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഗ്യാപ്പ് കിട്ടിയില്ല. ഇതിപ്പോൾ തന്നെ ഞാനിവിടെ വന്നിട്ട് ഒരാഴ്ചയൊക്കെ കഴിഞ്ഞു എന്ന് തോന്നുന്നു. ഈ ഒരു സമയത്താണ് ഇത് തന്നെ എഡിറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ വന്നിട്ടുള്ള ഏറ്റവും വലിയൊരു ടാസ്ക് കഴിഞ്ഞതോടുകൂടി ഇനിയിപ്പോൾ നമ്മൾ ഫുൾ ഫ്രീ ആണ്. ഫുൾ ഫ്രീ എന്നല്ല, നമുക്ക് ഫ്രീ ടൈം ഉണ്ട്. അപ്പം ഇനിയിപ്പം ഓരോ ദിവസം ഇടവിട്ടോ അല്ലെങ്കിൽ 2-3 ദിവസം കൂടുമ്പോഴൊക്കെ ആണെങ്കിൽ ഞാൻ ഒരു വീഡിയോസൊക്കെ ആയിട്ട് എഡിറ്റ് ചെയ്തിടാം. അതുപോലെ തന്നെ ഷോർട്സും ഇട്ടേക്കാം കേട്ടോ. സോ എന്തായാലും ജസ്റ്റ് നിങ്ങൾ വീടൊക്കെ ഒന്ന് അല്ലെങ്കിൽ വൃത്തിയാക്കിയതൊക്കെ ഒന്ന് കണ്ടു നോക്കൂ. പിന്നെ കമൻസൊക്കെ ഇടട്ടോ, നിങ്ങളുടെ അഭിപ്രായം കമൻസായിട്ട് രേഖപ്പെടുത്തു ഗൈസ്. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാവേ. Until then, take care. Bye bye.